ഒരു ഇറ്റാലിയൻ പാസ്തയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇറ്റാലിയൻ പാസ്തയൊക്കെ അതിൻ്റേതായ പാസ്ത തന്നെ വാങ്ങിച്ച് അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെർബ്സും വേണം. അതുപോലെ പാസ്തയൊക്കെ ഇറ്റാലിയൻ സ്റ്റൈലിൽ തന്നെ വാങ്ങിച്ചിട്ട് അതുപോലെ തന്നെയുള്ള സ്പൈസീസ് മാത്രം ആഡ് ചെയ്ത് ഉണ്ടാക്കിയാൽ മാത്രമേ ഇറ്റാലിയൻ പാസ്ത നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഒരു സ്പൈസീസൊക്കെ കൂടി ഒരു ഇന്ത്യൻ സ്റ്റൈൽ പാസ്തയാകാൻ മാറാം. ഗ്രീൻ ചില്ലി നീളത്തിലരിഞ്ഞത് വേണം, ജിഞ്ചർ നീളത്തിലരിഞ്ഞത്, ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, അതുപോലെ വൈറ്റ് ഒനിയൻ നീളത്തിലരിഞ്ഞത്. ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെച്ചാൽ ഇറ്റാലിയൻ്റെ പല കളറിലുള്ള പാസ്തയാണ്. അതാകുമ്പോൾ പ്ലേറ്റിംഗ് നല്ല ഇതായിരിക്കും. അതുപോലെ ഇവിടെ ഗാർലിക് നീളത്തിലരിഞ്ഞത് വേണം, പാർസ്ലി വേണം. പാർസ്ലി മല്ലിച്ചപ്പ് പറ്റില്ല, പാർസ്ലി തന്നെ ആയിരിക്കണം. പാർസ്ലി കയ്യിലില്ലെങ്കിൽ സെലറി ഉണ്ടെങ്കിൽ സെലറി ചേർക്കാവുന്നതാണ്. സെലറി ചെറുതായി ചോപ്പ് ചെയ്തിടാൻ പറ്റുന്നതാണ്. മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില ഇതുപോലുള്ള ഇലകളൊന്നും ഇടാതിരിക്കുക. കയ്യിലുണ്ടെങ്കിലും ഒരിക്കലും ഇടാൻ പാടില്ല. ചിക്കൻ ബോൺലെസ് പീസ് ചെറുതായി കട്ട് ചെയ്തത് ഒരു 250 ഗ്രാം വേണം. സാൾട്ട് ആൻഡ് വിനെഗറിൽ മാറിനേറ്റ് ചെയ്ത് വെക്കാൻ 15. ചിക്കൻ സ്റ്റോക്ക് എടുത്ത് ചിക്കൻ സ്റ്റോക്കിലാണ് പാസ്ത വേവിക്കേണ്ടത്. പാസ്ത കംപ്ലീറ്റ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷം പാസ്ത ചിക്കൻ സ്റ്റോക്കിൽ വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കുന്ന രീതിയിലാണ് ഈ പാസ്ത കുക്ക് ചെയ്യുന്നത്. വെള്ളം ഊറ്റിയെടുക്കുന്ന രീതിയിലല്ല. അപ്പോൾ ചിക്കൻ്റെ എല്ലാ ഫ്ലേവറും പാസ്തയിൽ എത്തുന്നതാണ്. നമ്മൾ മാറ്റിവെച്ച 250 ഗ്രാം ബോൺലെസ് ചിക്കൻ നമ്മൾ ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ബട്ടർ മെൽറ്റായതിനു ശേഷം ബോൺലെസ് പീസ് ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. സാൾട്ടും വിനെഗറും മാത്രമാണ് ബോൺലെസ് മാറിനേറ്റ് ചെയ്ത് വെച്ചത്. ഒരു 1/4 മണിക്കൂർ മാറിനേറ്റ് ചെയ്ത് വെച്ചു. ഈ ബട്ടറിലൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് പെപ്പർ പൗഡർ ഇടാം, അല്ലെങ്കിൽ ഒറിഗാനോ ചേർക്കുമ്പോൾ ഒറിഗാനോയുടെ ഫ്ലേവർ ചിക്കനിലേക്ക് ചെല്ലും. അപ്പോൾ ഞാൻ ഒറിഗാനോ ഇടുന്നത് ഒരു പിഞ്ച് ഒറിഗാനോ എടുത്ത് കയ്യിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിടുക. അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവറും ചിക്കനിലേക്ക് എത്തുന്നതാണ്. ബട്ടറിലൊന്ന് ജസ്റ്റ് ഫ്രൈ ആയ ചിക്കൻ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. ബാരൽസ് വരുന്ന ബട്ടർ അവിടെ തന്നെ വെച്ച് അതിലാണ് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കേണ്ടത്. വൈറ്റ് സോസും ഇതേ പാനിൽ തന്നെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ചിക്കൻ മാറ്റി വെക്കാം. ഈ പാനിൽ ബട്ടർ കുറവാണെങ്കിൽ കുറച്ചുകൂടി ബട്ടർ ചേർത്ത് ക്രഷ് ചെയ്ത് വെച്ച ഗാർലിക് ഇട്ട് ബ്രൗൺ കളറാകുമ്പോൾ മൈദ ചേർക്കണം. മൈദ ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബട്ടറിൽ മൈദ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരു നല്ല അരോമ വരുന്നതായിരിക്കും. ആ സമയത്ത് നമുക്ക് അല്പം ഒരു കപ്പ് പാലൊഴിച്ച് ഇതൊന്ന് ലൂസാക്കേണ്ടതാണ്. വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈറ്റ് സോസ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അതേ ഫ്രൈ പാനിൽ തന്നെ നീളത്തിലരിഞ്ഞ ജിഞ്ചറും നീളത്തിലരിഞ്ഞ ഗാർലിക്കും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. ജസ്റ്റ് ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ചോപ്പറിൽ ഫൈനൽ ചോപ്പ് ചെയ്ത് വെച്ച ഒനിയൻ ഇടുക. ഒനിയൻ നല്ല ഫ്രൈ ചെയ്ത് വരണം. ഒനിയനും ഗാർലിക്കും ജിഞ്ചറും കൂടെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി വരുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യുന്നതാണ്. ക്യാരറ്റ്, ചില്ലി, നീളത്തിലരിഞ്ഞ ഒനിയൻ, ക്യാപ്സിക്കം, ക്രഷ്ഡ് ചില്ലി പൗഡർ. ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് വരുന്ന ഈ വെജിറ്റബിൾസിലേക്ക് ഒറിഗാനോ ഇടുക. ഒറിഗാനോ ഇടുന്ന സമയത്ത് ഏത് സമയത്തും ഒന്ന് ക്രഷ് ചെയ്തിടുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് വരുന്നതായിരിക്കും. ഇതിലേക്ക് പാസ്ത ആഡ് ചെയ്യുക. വേവിച്ച് വെച്ച ചിക്കൻ, പാർസ്ലി എല്ലാം വെൽ മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് നമുക്ക് വൈറ്റ് സോസും കൂടി ആഡ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. നമ്മുടെ ഇറ്റാലിയൻ സ്റ്റൈലുള്ള പാസ്ത ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ആ ഒരു വെജിറ്റബിൾസിന്റെ ക്രഞ്ചിനെസ്സും ആ ഒരു ചീസിന്റെ ഒരു ക്രീമി ടെക്സ്ചറും ഈ സ്പ്രിങ് പാസ്തയുടെ ആ ഒരു വൈബ്രേഷൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അടിപൊളി ഒരു ഇറ്റാലിയൻ പാസ്തയാണ്. ആ കളറൊക്കെ കുറച്ചൊക്കെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. പാസ്തയുടെ കളറൊക്കെ കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. പാസ്തയുടെ കളറൊന്നും വലിയ പ്രശ്നമുള്ളതല്ല. പാസ്ത തന്നെ ആയിരിക്കണം, മക്രോണി ഉപയോഗിക്കാതിരിക്കുക. പാസ്ത ആണെങ്കിൽ ഏറ്റവും ബെറ്റർ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് ഹൈപ്പ് ചെയ്യുക.